കുഞ്ഞിക്കഥ പറയാതെ. ഒരു ചേട്ടനും അനിയനും. ചേട്ടന് ഒരു 9 വയസ്സ്, അനിയന് ഒരു 5 വയസ്സ്. ഇവരെന്ന് സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് ഓടാനിറങ്ങും. ഉൾപ്രദേശത്തുള്ള ഒരു സ്ഥലം. ഇവരോടാൻ ഇറങ്ങുന്നത് പതിവില്ലാത്ത വഴികളിലൂടെ. ഓട്ട മത്സരത്തിന് പോകുക എന്നുള്ളത് അവർക്കൊരു ക്രേസാണ്, ഒരു ഹരാണ്. അപ്പൊ അങ്ങനെ ഒരു ദിവസം അവര് ഓടാനിറങ്ങും. എല്ലാ ഓട്ടത്തിനും ചേട്ടൻ തന്നെയാണ് ജയിക്കുന്നത്. കാരണം അനിയൻ കൊച്ചില്ല, അവൻ 5 വയസ്സില്ലേ ആയിട്ട്. ചേട്ടനാണ് എപ്പോഴും ജയിക്കാറ്. അപ്പൊ ചേട്ടൻ എപ്പോഴും പറയും, നിനക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അനിയൻ പറയും, ഇല്ല ചേട്ടാ, ഞാൻ ഒരു ദിവസം ഉറപ്പായിട്ടും ചേട്ടനെ തോൽപ്പിക്കും എന്നും പറയും. അപ്പൊ ഇവരങ്ങനെ ഒരു ദിവസം ഓടാൻ ഇറങ്ങിയപ്പോൾ ചേട്ടൻ കിണറ്റിൽ വീണു. അവരൊരു കിണർ അവിടെ ഇരിക്കുന്നത് കണ്ടില്ല, ആ വഴിയിലുള്ളത് അവർ കണ്ടില്ല. ചേട്ടൻ കിണറ്റിൽ വീണു. അനിയൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുക. ചേട്ടാ ചേട്ടാ എന്ന് വിളിച്ചിട്ട് അവൻ അറിയില്ല അവൻ എന്ത് ചെയ്യും. 5 വയസ്സിലൊരു കൊച്ചു കുഞ്ഞിന് എന്ത് ചെയ്യാൻ പറ്റും. കുറേ നേരം അലറി കരഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ അവിടെ ഒരു തോട്ടിയും കയറും ഇരിക്കുന്നത് കണ്ടു. ചേട്ടനാണെങ്കിൽ നീന്തലും അറിയില്ല. ഇവൻ പെട്ടെന്ന് ഈ തോട്ടിയും കയറും കിണറ്റിലോട്ടിട്ടിട്ട് ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഇത് പിടിച്ചോ, ഞാൻ വലിച്ചു കയറ്റാം എന്ന് പറഞ്ഞു. ഉടനെ അപ്പൊ ചേട്ടൻ പറഞ്ഞു, നീ എങ്ങനെ എന്നെ വലിച്ചു കയറ്റും, ഞാൻ മുങ്ങിപ്പോകുന്നു എന്ന് പറയും. പറഞ്ഞു. പനിയൻ പറഞ്ഞു, സാരമില്ല ചേട്ടാ, ചേട്ടാ പിടിക്കേ, ഞാൻ വലിച്ചു കയറ്റാം. നിറയെ ചേറാണ്. ഇവന്റെ കാല് പുതഞ്ഞു പുതഞ്ഞു പോകുന്നു, കൊച്ചു കുഞ്ഞിന്റെ. എന്നിട്ട് ഇവൻ ആഞ്ഞു ശ്രമിക്കുക ചേട്ടനെ വലിച്ചു കയറ്റാൻ. ഒരു രീതിയിലും അവനെ വലിച്ചു കയറ്റാൻ പറ്റുന്നില്ല. അപ്പൊ ചേട്ടൻ കിണറ്റിനടിയിൽ നിന്ന് പറയുന്നു, എടാ ഞാൻ മുങ്ങിപ്പോന്നു. അവസാനം ഇവൻ അവന്റെ മൊത്തം ശക്തിയെടുത്ത് വലിച്ചു ചേട്ടനെ കയറ്റി. എങ്ങനെ കയറ്റിന്ന് അവന് തന്നെ അറിയില്ല. പക്ഷെ അപ്പൊ വേറൊരു വഴിയില്ലായിരുന്നു. അവൻ വലിച്ചു ചേട്ടനെ കയറ്റി. ചേട്ടൻ മേളിൽ വന്നിരുന്ന് ചേട്ടനും അനിയനും കൂടെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അപ്പൊ ചേട്ടൻ ചോദിച്ചു, നീ എങ്ങനെ എന്നെ വലിച്ചു കയറ്റി? അപ്പൊ അനിയൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് അറിയത്തില്ല. ചേട്ടനില്ലെങ്കിൽ ഞാൻ ഇന്നും ആരുടെ കൂടെ ഓടും, ഞാൻ ഇന്നും ആരുടെ കൂടെ വഴക്കിടും. ഞാൻ അതെല്ലാം ഓർത്തപ്പോൾ ഞാൻ വലിച്ചു കയറ്റി എന്ന് അനിയൻ പറഞ്ഞു. എന്നിട്ട് ഇവർ ഓടി, നമുക്ക് തിരിച്ച് വീട്ടിൽ ചെന്ന് എല്ലാവരും പറയാം എന്ന് പറഞ്ഞു. ഇവർ ഓടി വീട്ടിൽ ചെന്നിട്ട് നടന്നതെല്ലാം അമ്മയോടും അച്ഛനോടും ഒക്കെ പറഞ്ഞു. അമ്മ അച്ഛൻ ചോദിച്ചു, അമ്മയ്ക്കും അച്ഛനും കുഞ്ഞനിയൻ ഇവനെ വലിച്ചു പൊക്കി എന്നുള്ളതാണ് അത്ഭുതം. അവർക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അവരുടെ അപ്പൂപ്പൻ വന്ന് പറഞ്ഞു, അവൻ തന്നെയാണ് അവന്റെ ചേട്ടനെ വലിച്ചു പൊക്കിയത്. കാരണം അവനപ്പോ വേറൊരു വഴിയില്ല. അവന്റെ മുന്നിൽ അവന്റെ ചേട്ടനെ രക്ഷിക്കുക എന്നല്ലാതെ മറ്റൊരു വഴി ഇല്ല. ഓപ്ഷൻ ഇല്ലല്ലോ, രക്ഷിച്ചേ പറ്റൂ. അവൻ പോലും അറിയാതെ അവന്റെ ഉള്ളിൽ നിന്ന് അവന്റെ ഇന്നർ സ്ട്രെങ്ത് അവനെ കൊണ്ട് അത് ചെയ്യിച്ചു. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ 100 കാര്യങ്ങൾ പറയാൻ ചുറ്റിനും 100 പേര് കാണും. പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മളെ കൈവിടാൻ നമുക്ക് പറ്റുമോ? നമ്മളെ രക്ഷിക്കാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ. നമുക്ക് കൂട്ടായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർക്ക് പറയുന്ന ഒരു വാചകം മാത്രമാണ്, പക്ഷെ നമുക്കത് നമ്മുടെ ജീവിതമാണ്. പരിസരത്ത് നിന്ന് എന്തൊക്കെ അശരീരി വന്നാലും നമ്മളെ കൈവിടാതിരിക്കുക എന്നുള്ളത് നമുക്ക് നമ്മളോട് ചെയ്യാൻ പറ്റുന്ന ഉത്തരവാദിത്വമാണ്. എത്ര മോശപ്പെട്ട സാഹചര്യത്തിൽ കൂടെ പോകുന്നു, നമ്മുടെ ഇന്നർ സ്ട്രെങ്ത്, നമ്മുടെ സെൽഫ് ബിലീഫ് അത് കൈവിടാതെ നോക്കിയാൽ ഏതെങ്കിലും ഒരു പോയിന്റ് വരും, നമ്മൾ പോലും വിചാരിക്കാത്ത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചതെല്ലാം തോരാത്ത മഴ പോലെ പെയ്തൊഴുകുന്ന ഒരു സമയം. അപ്പോൾ നമ്മുടെ ഇന്നർ സ്ട്രെങ്തിൽ നമ്മൾ ബിലീവ് ചെയ്യുക, അതിനെ വിടാതെ പോകുക.